വയനാട് മേപ്പാടിയിൽ വാഹനമിടിച്ചു മരിച്ച വയോധികയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ. വാക്ക് തർക്കത്തെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ്. മേപ്പാടി 1-ാം മൈലിൽ വെച്ച് ബൊലേറോ ഇടിച്ചാണ് സ്കൂട്ടറിൽ സഞ്ചരിച്ച ബിയുമ്മ മരിച്ചത്. കാസർഗോഡ് സ്വദേശികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വാഹനമോടിച്ച അഖിൽ റിമാൻഡിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ഈ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? ഏത് നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറസ്റ്റിലായവർ ആരെല്ലാമാണ്? സംഗീത, ജൂൺ 8-നാണ് ഈ മേപ്പാടി സ്വദേശികളായ ബിയുമ്മയും മകൻ അഫ്ലഹും അപകടത്തിൽപ്പെടുന്നത്. ഒരു ബൊലേറോ വാഹനം പുറകിലെന്ന് വിളിച്ചതിനെ തുടർന്നുള്ള ഒരു ആക്സിഡൻ്റ് ആണെന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ പിന്നീടാണ് അതൊരു കൊലപാതകമെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വരുന്നത്. ഈ ജൂൺ 8-ന് ഈ അപകടം നടന്ന പിന്നാലെ തന്നെ ഇരുവരെയും മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും 71 വയസ്സുള്ള ബിയുമ്മ അപ്പോൾ തന്നെ രാത്രി തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 17 വയസ്സുകാരനായ അഫ്ലഹിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവർ സ്കൂട്ടറിലായിരുന്നു യാത്ര ചെയ്തത്. ഈ സ്കൂട്ടറിന്റെ പിറകിൽ വന്നാണ് ഈ ബൊലേറോ ഇടിച്ചിരുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിലുള്ള ആക്സിഡന്റ് എന്ന് എല്ലാവരും കരുതിയ വിഷയമാണ്. പിന്നീട് ഈ കുടുംബക്കാരുടെ അടക്കം സംശയത്തിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അതൊരു കൊലപാതകമാണ് എന്നൊരു അന്വേഷണത്തിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഈ നെല്ലിമുണ്ട ഭാഗത്തൊരു റോഡിലേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ട് ഈ ബൊലേറോയിലെ 5 പേരുമായി, കാസർഗോഡ് സ്വദേശികൾ 5 പേരുമായി ഈ ബിയുമ്മയും അതുപോലെ അഫ്ലഹും ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഈ സ്കൂട്ടറിന്റെ പിറകിലൂടെ വന്ന ഈ ബൊലേറോ വാഹനം ഇവരെ ഇടിച്ച് നിലത്തിടുകയും ഈ സ്കൂട്ടറിനെ വലിച്ച് അല്പം മുൻപോട്ട് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. അങ്ങനെ കൃത്യമായ പദ്ധതിയോടുകൂടി നടത്തിയ കൊലപാതകമെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കായിരുന്നു കേസെടുത്തത്. പക്ഷേ അന്വേഷണത്തിൽ ഇത് കൊലപാതകം എന്ന് മനസ്സിലായതോടുകൂടി കൊലപാതക കുറ്റം ചുമത്തി ഇപ്പോൾ 5 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ആക്സിഡന്റിൽ ഈ ബിയുമ്മ മരിച്ചതിന് പിന്നാലെ തന്നെ ആ വാഹനം ഓടിച്ച അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് റിമാൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെ കൊലപാതകം സ്ഥിരീകരിച്ചതോടെയാണ് ഇന്നലെ കാസർഗോഡ് സ്വദേശികളായ 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിൽ 4 പേരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത 17-കാരനാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. 5 പേരും കാസർഗോഡുകാരാണ്. അവർ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ വന്ന സമയത്താണ് ഈ ഒരു വാക്കുതർക്കം ഉണ്ടായും തുടർന്ന് ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 5 പേർക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിൽ 17-കാരനെ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ ഹാജരാക്കിയിട്ടുണ്ട്. ബാക്കി 4 പേരെ അല്പസമയത്തിന് ഏകദേശം 3 മണിയോടുകൂടി കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടിയിലേക്ക് അടുക്കുമെന്നാണ് കൽപ്പറ്റ പോലീസ് അറിയിച്ചിരിക്കുന്നത്. സംഗീത. ശരി ആഷിഖ്.